ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എബൌട്ട് RR310. ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ്. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം, ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്കിത് കാണാം. ഈ വണ്ടി യൂസ്ഡ് മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഒരു വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ്. ഇതിനെ അടുത്ത് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയാനുള്ള ഈ വണ്ടിയുടെ ലുക്കാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. R3 നിഞ്ച ഇതുപോലത്തെ വണ്ടിയാണ് ഈ സ്പോർട്ട് ടൂറിംഗ് ടൈപ്പിൽ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതിൽ സിംഗിൾ സിലിണ്ടറാണ്, വിച്ച് മീൻസ് മോർ മൈലേജ്. അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ സിലിണ്ടറിൽ കുറച്ച് വൈബ്രേഷൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഡിസൈനിനെ പറ്റി പറയുമ്പോൾ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തതാണ് ഇതിൻ്റെ ടെയിൽ. ഇതൊരു മിനി ഡുക്കാട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2018 മോഡലാണ് വണ്ടി. BS4 എൻജിൻ ഫിഗേഴ്സ് പറയുന്നത് വെച്ചാൽ 310 cc ആണ്. പക്ഷെ ടെക്നിക്കലി 312 cc ഉണ്ട്. 34 bhp 27 Nm ടോർക്കാണ്. TVS അവരുടെ റിവേഴ്സ് സിംഗ്ലൈഡ് എൻജിനാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണ വണ്ടികളെല്ലാം എൻജിൻ ഇങ്ങനെ എക്സോസ്റ്റ് ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എൻജിൻ ടിൽറ്റഡ് ആണ് ടുവേർഡ്സ് ബാക്ക് ആൻഡ് സൈലൻസർ ബാക്കിൽ കൂടെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ എയർ ഇൻടേക്ക് വരുന്നത് ഫ്രണ്ടിലും. അപ്പോൾ അങ്ങനെ ആക്കുന്ന പ്രകാരം സ്വിംഗ് ആമിൻ്റെ ലെങ്ത് കൂട്ടാൻ പറ്റി, മീൻസ് സ്റ്റെബിലിറ്റി കൂടുമെന്നാണ്. അതോടൊപ്പം അവർക്ക് വീൽ ബേസ് ചെറുതാക്കാൻ പറ്റി. ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡ്ലൈറ്റ് ആണ്. ഒരു ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം വരുമെന്ന് ഹൈവേ ടൂറിങ്ങിൽ തോന്നിയിട്ടില്ല. ഇതിൻ്റെ മിറേഴ്സ് ഫങ്ഷണൽ ആയിട്ടുള്ള 2 മിറേഴ്സ് ആണ്. റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റൈഡർ സീറ്റ് അത്യാവശ്യം ഹാർഡാണ്, പില്ലിയൻ സീറ്റ് നല്ല ഹാർഡാണ്. ഒറ്റ സ്ട്രെസ്സിൽ ഒരു 150-200 കിലോമീറ്റർ അടുപ്പിച്ച് ഞാൻ ടൂർ ചെയ്യുമ്പോൾ പോയിട്ടുണ്ട്. ടയർ സൈസ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് 110 സെക്ഷനാണ്, ബാക്ക് 140 ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന പെർലി ഏഞ്ചൽ 2 ആണ്. ബാക്ക് വീലിൽ മാക്സിൻ്റെ എക്സ്ട്രാ മാക്സ് ആണ്. സസ്പെൻഷൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഫ്രണ്ട് 41 mm USD ഫോക്സ് ആണ്. റെയർ വന്നിട്ട് മോണോ ഷോക്കാണ്. ഇത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നൈറ്റ് ആയാലും ഡേ ആയാലും നല്ല ഇലുമിനേഷൻ തരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. ഇതിൻ്റെ റൈഡിങ് എർഗണോമിക്സ് ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടാണ് ഫുഡ് പാക്ക് ഉള്ളത്. ടൂറിംഗ് എല്ലാം കംഫർട്ടബിൾ ആണ്. സിറ്റിംഗ് പൊസിഷനും ഭയങ്കര അപ്രൈറ്റും അല്ല, അത്രയ്ക്ക് സ്പോർട്ടിയും അല്ല. ടൂറിംഗ് റേഞ്ചിലാണ് സിറ്റിംഗ് പൊസിഷനുള്ളത്. പിന്നെ വണ്ടിയിലോട്ടൊന്ന് കയറി ഒന്ന് സംസാരിക്കാം. ഒരു മാസീവ് ഫ്യൂൾ ടാങ്കാണ്. കാണുന്നതിൻ്റെ അത്ര കപ്പാസിറ്റി ഇതിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. 11 ലിറ്റേഴ്സ് ഓഫ് ഫ്യൂൽ കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്കുള്ളത്. അതിൽ 9 യൂസബിൾ, ലാസ്റ്റ് 2 റിസർവ് ആണ്. അതെപ്പോഴും വണ്ടിയിൽ ഉണ്ടായിരിക്കണം. ഫ്യൂൾ ടാങ്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയാം. മാന്യമായ രീതിയിൽ ഓട്ടിക്കുകയാണെങ്കിൽ 40 വരെ മൈലേജ് എനിക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 25 വരെ ഇട്ടുണ്ട്. അപ്പോൾ 25 to 40 ആണ് ഞാൻ ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജ്. ഇവിടെ RR310 എന്നുള്ള ഒരു ലോഗോ ഉണ്ട്. BMW TVS ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലുള്ള വണ്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഈ കളറൊക്കെ S1000RRൻ്റെ 17-18 മോഡലൊക്കെ ഉള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കണ്ടിട്ട്. ഇതാണ് RR310ൻ്റെ കീ ഇടേണ്ട സ്ലോട്ട് നമുക്ക് കുറച്ച് അസിമെട്രിക് ആയിട്ട് തന്നിട്ടുണ്ട്. അതും എനിക്ക് BMW S1000RR ഇട്ട് ചെറിയതായിട്ടൊരു സമയത്ത് എനിക്ക് തോന്നി. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ വണ്ടിയിൽ. റൈഡ് ബൈ വയർ അല്ല വരുന്നത്, ത്രോട്ടിൽ കേബിൾസാണ് വരുന്നത്. ഇഗ്നിഷൻ, ഹോൺ, ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോൺ. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഓഡോമീറ്റർ, ടൈം, ഫ്യൂൽ, എൻജിൻ ടെമ്പറേച്ചർ മീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഇത് സെറ്റ് ബട്ടണാണ്. ഇത് കോഷൻ ലാമ്പ്, ഷിഫ്റ്റ് ലൈറ്റ്. നമുക്ക് ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, റേഞ്ച്, ഇൻസ്റ്റൻറ്റ് മൈലേജ്, ടോട്ടൽ ഫ്യൂവൽ കൺസ്യൂംഡ്, ട്രിപ്പ് 1 to ട്രിപ്പ് എ എല്ലാ ദിവസവും റീസെറ്റ് ആവും. ഹൈ സ്പീഡ്, ആവറേജ് സ്പീഡ്, എൻജിൻ ടെമ്പറേച്ചർ, ഓവർ സ്പീഡ്, പിന്നെ 0 to 60, പിന്നെ ട്രാക്ക് ടൈം. ഈ ട്രാക്ക് ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കിതുവരെയ്ക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടതാണ്. പിന്നെ ഡേറ്റ്, ലാപ്പ് ടൈമിൻ്റെ ഇൻഫോ, പിന്നെ സെറ്റപ്പ്, ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. ബ്രേക്സ് ബൈ ബ്രംബോ ആണ്. നമുക്ക് ഫ്രണ്ടും ബാക്കും വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് 300 mm പെറ്റൽ ഡിസ്ക്കാണ്. ബാക്ക് 240 mm ഡിസ്ക്കാണ്. 2 ബ്രേക്ക് സിസ്റ്റവും സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസ് ആണ് വരുന്നത്. പിന്നെ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് ബ്രേക്ക് ഫെയ്ഡിങ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്ക് ബ്രേക്ക് ഫെയ്ഡ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫ്രണ്ട് നല്ല ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. 66 bhpയുടെ സെമി സെറാമിക് ബ്രേക്ക് പാഡാണ് യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് ബ്രേക്ക് പാഡിനേക്കാളും ബെറ്റർ ബ്രേക്സ് ആണ്. പക്ഷേ റെയിൻ കണ്ടീഷനിൽ കുറച്ച് ബ്രേക്കിംഗ് കുറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇതിൽ 6 speed
മാനുവൽ ട്രാൻസ്മിഷനാണ്. വണ്ടിയിൽ ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുള്ള മോഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോൺ റണ്ണിങ്ങിൽ ചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജിങ് വെച്ചിട്ടുണ്ട്. ഹാൻഡ് ഗ്രിപ്പ്, ഫ്രണ്ട് USB ഫോക്കിൽ ഒരു ഡസ്റ്റ് കവറാണ്. വണ്ടിയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വണ്ടി ഫുൾ സ്റ്റോക്കാണ്. വണ്ടിയുടെ ഹീറ്റിംഗ് പറ്റി പറയാമെന്ന് വെച്ചാൽ വണ്ടിക്ക് അധികം ഹീറ്റിംഗ് ഒന്നും ഇല്ല. നമ്മളൊരു 50-60 ഒക്കെ ഒരു നോർമൽ 45 to 50-60 സ്പീഡൊക്കെ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻജിൻ ഇതൊരിക്കും അങ്ങനെ ഹീറ്റ് ആയിട്ടില്ല. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ 190 ഡിഗ്രി ഒക്കെ ആകുമ്പം റേഡിയേറ്റർ ഓൺ ആവും, അത് പിന്നെ നോർമലിലോട്ട് വന്നോളും. ഹീറ്റിംഗ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ആരൊക്കെയാണ് ഈ വണ്ടിയിലോട്ട് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്പ്ലെൻഡറിലൊക്കെ ജസ്റ്റ് ഗിയറൊക്കെ മാറ്റാൻ പഠിച്ചു, ഒരു ബൈക്ക് എടുക്കണം, അത്യാവശ്യം ട്രിപ്പൊക്കെ പോകണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വണ്ടി നിങ്ങൾ നോക്കരുത്. ഒരു സ്പ്ലെൻഡറിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി അല്ല ഇതിൻ്റെ പവർ. R15 നിന്നൊക്കെയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റാണ്, ഒരു നിഞ്ച 300 ഒരു R3 എടുക്കാനുള്ള ബഡ്ജറ്റ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് നോക്കാം. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സർവീസ് കോസ്റ്റും ഓക്കെയാണ്, മൈലേജും അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. സർവീസ് കോസ്റ്റ് 3500 to 4000 ആണ് ജനറൽ സർവീസിൽ വരുന്നത്. പാർട്സ് ചേഞ്ച് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ആവും. എന്തെങ്കിലും നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ വൈബ്രേഷനാണ്. 200, 300, 400 കിലോമീറ്റർ അതിനും പുറത്തോട്ടൊക്കെ പോകുമ്പം നമുക്കൊരു അരോചകമായി തോന്നാം. ഹാൻഡിൽ ഗ്രിപ്പിൽ വരും, സീറ്റിൽ വൈബ്രേഷൻ വരും, കാലിൽ വൈബ്രേഷൻ വരും, നമ്മൾ ടാങ്കിൽ വൈബ്രേഷൻ വരും. ഇതൊക്കെ ഒരു 50-60 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ഒരു 90-100 ഒക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പില്ലിയനും വൈബ്രേഷൻ ഉണ്ട്. 500 കിലോമീറ്റർ അടുപ്പിച്ച് ഞാൻ ഇതിൽ ഇരുന്നിട്ടുണ്ട് പില്ലിയനായിട്ട്. അപ്പോൾ അനുഭവപ്പെട്ടതാണ്. വിത്ത് പില്ലിയൻ ആണെങ്കിൽ പില്ലിയൻ കുറച്ച് കഷ്ടപ്പെടും. എൻ്റെ ചെയിൻ ലൈഫിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തത് 17,000 കിലോമീറ്റർ ആയപ്പോഴാണ്. ചെയിൻ സ്പ്രോക്കറ്റ് മാറിയാണ് എനിക്ക് വണ്ടി തന്നത്. ഇതിപ്പോൾ 46,000 ആവാറായി. ഇപ്പം നല്ലൊരു ലൂബിങ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. വണ്ടിയുടെ നോർമൽ പവർ 5,000 to 6,000 RPM വരെ മര്യാദയ്ക്കുള്ള ഒരു പവർ കിട്ടും. അത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ കയറുന്നതെങ്കിൽ പണി കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ളവർ മാത്രം വണ്ടിയിലോട്ട് നോക്കുക. BS4 RR310 പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ RR310 വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓട്ടിക്കുക. റൈഡ് സേഫ്. ബൈ ബൈ ഫ്രം ബൈക്കിംഗ് വിത്ത് ജോയൽ.